2000 രൂപയുടെ വെള്ളം മേടിച്ചിട്ട് ഞങ്ങൾക്കത് തികഞ്ഞില്ല. കൊട്ടാരക്കര കുളക്കട ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിലാണ് ഞാൻ നിൽക്കുന്നത്. 16-ാം വാർഡിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പൈപ്പ് ഇത് 1 വർഷക്കാലമായി ഈ പൈപ്പൊക്കെ സ്ഥാപിച്ചിട്ട്. പക്ഷേ മുകളിൽ ഒരു മലയുടെ അല്ലെങ്കിൽ ഒരു പാറയുടെ മണ്ടയ്ക്കൂടെ വേണം, മുകളിൽ കൂടി വേണം ഇവിടേക്ക് പൈപ്പ് ലൈൻ വരാൻ. അങ്ങനെ പൈപ്പ് ലൈൻ ഇട്ട് കൊണ്ടുവന്ന് എല്ലാം ശരിയായി വന്നപ്പോഴാണ് പൈപ്പ് ആരോ പൊട്ടിച്ച് കളഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് 1 വർഷക്കാലമായി ശരിക്കും വെള്ളം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തുകാർക്ക് പറയാനുള്ളത്. എന്താണ് ഈ പ്രദേശത്തുള്ള 8ഓളം കുടുംബങ്ങൾക്ക് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ഇപ്പം എത്ര നാളായിട്ട് ഇപ്പം വെള്ളം കിട്ടുന്നില്ല? എന്താണ് ഇവിടുത്തെ പ്രശ്നം? എന്താണ് വെള്ളം കിട്ടാത്തത്? എൻ്റെ കൊച്ചുനാൾ തൊട്ട് ഇവിടെ വെള്ളമില്ല. ഞങ്ങൾ അന്നും തലച്ചുമടായിട്ടാണ് ഇവിടെ വെള്ളം കൊണ്ടുവരുന്നത്. അപ്പം ഞങ്ങൾക്ക് പ്രായവും ഒക്കെ ആയി, ഞങ്ങൾക്ക് വെള്ളം ചുമക്കാനും ഒന്നും ആരും ഇല്ല, ആരെ കൊണ്ടും പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഈ പൈപ്പ് ലൈൻ ഇട്ടത്. പൈപ്പ് ലൈൻ ഇട്ട് ഞങ്ങൾക്ക് കുടിവെള്ളം പിന്നെ എത്തിച്ചു തരാമെന്നും പറഞ്ഞ് എല്ലാ വീടുകളിലും ടാപ്പ് വിട്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ വെള്ളം വന്നെങ്കിലും നല്ല രീതിയിലുള്ള വെള്ളം വന്നില്ല. അങ്ങ് മേപ്പോട്ടൊന്നും നല്ല രീതിയിൽ വന്നിട്ടില്ല. ഇവിടെ ഞങ്ങളുടെ ഈ വീടിൻ്റെ അവിടെ മാത്രമേ ഇച്ചിരി വെള്ളം കുറച്ച് സ്പീഡിൽ വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന് ഞങ്ങൾ വെള്ളം ഇച്ചിരിച്ച് ഉള്ളത് എടുത്തോണ്ടിരുന്ന സമയത്താണ് ഈ വണ്ടി വന്ന് പിന്നെ ഇവിടെ മണ്ണെടുക്കാൻ സ്ഥലം കൊടുത്തു. ഈ റോഡിൻ്റെ മേളിൽ മണ്ണെടുക്കാൻ സ്ഥലം കൊടുത്തപ്പോൾ ഈ വണ്ടി കയറി വന്ന് പൈപ്പ് ലൈനെല്ലാം പൊട്ടി ഞങ്ങൾ പിന്നെ ഞങ്ങളെല്ലാം ഇവിടെ പരാതി കൊടുത്തപ്പോൾ ഈ പൈപ്പ് ലൈൻ ശരിയാക്കി തന്ന് അതിന് ശേഷം പിന്നെ ഇതുവരെ ഞങ്ങൾക്ക് വെള്ളം വന്നിട്ടില്ല. ഞങ്ങൾ പരാതി പറയാൻ എല്ലാവരെയും മെമ്പറേയും പിന്നെ അങ്ങനെ നമുക്ക് എല്ലാവരോടും ഒക്കെ ഇങ്ങനെ നമ്മുടെ വിഷമങ്ങൾ. ഇപ്പോൾ വെള്ളം എടുക്കുന്നത് പിന്നെ അങ്ങ് താഴെ വീട്ടിൽ പോകണം. താഴെ വീട്ടിൽ പോയാൽ ഇപ്പോൾ വെള്ളം എടുത്തുകൊണ്ട് വന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ വെള്ളം ചുമക്കാൻ ആർക്കും പറ്റത്തില്ല. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ജീവിക്കാൻ ഒക്കാത്ത ഒരു അവസ്ഥയിലായിരിക്കുക വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട്. അങ്ങനെ ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുക. ഇപ്പോൾ വീട് പണി വന്ന് ഞാൻ 2500 രൂപ കൊടുത്ത് പിന്നെ വെള്ളം ഇറക്കി താഴെ ആ വീട്ടിൽ ഇവിടെ ചുമന്നുകൊണ്ട് വരാൻ ആളില്ലാഞ്ഞ് അവിടെ 1500 രൂപ കൊടുത്ത് മോട്ടറും എല്ലാം വാടകയ്ക്കെടുത്ത് അവിടുന്ന് വെള്ളം മോട്ടറിനകത്ത് ഇവിടെ ഈ ടാങ്കിലാക്കി. എന്നിട്ട് ഇപ്പം ഞങ്ങൾക്ക് ഈ വീട് പണിക്ക് ഇത് തികഞ്ഞില്ല. വെള്ളം തികഞ്ഞില്ല. ഈ മേടിച്ച വെള്ളം തീർന്നു. പിന്നെ ഞങ്ങൾ താഴെ വീട്ടിൽ പോയി ഒരു കൂലിക്ക് ഒരാളിനെ നിർത്തി പൈസയും കൊടുത്ത് ഞങ്ങളിപ്പോൾ വെള്ളം ചുമപ്പിച്ചുകൊണ്ട് വന്നാൽ ഇപ്പോൾ ഈ വീട് പണി ഇപ്പോൾ നടത്തിയത്. ഇനി ഇത് പൂർത്തിയാവാനുണ്ട്. ഇനി ഈ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞങ്ങൾ ഇനി എന്തോ ചെയ്യണമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുക. ഞങ്ങൾക്ക് ഇവിടെ ആരും വന്നില്ല. നമ്മൾ പരാതി പറയാനേ ഇപ്പോൾ ഈ മെമ്പറോടും എല്ലാവരോടും എന്നും നമ്മൾ അറിയുന്നവരോടെല്ലാം ഈ വെള്ളത്തിൻ്റെ കാര്യം ഞങ്ങൾ പറയാം. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഈ കുടിവെള്ള ക്ഷാമം ഞങ്ങൾക്ക് പരിഹരിച്ചു തരണമെന്നുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്. പൈപ്പ് കിടക്കുന്നത് എവിടെയാണെന്നുള്ളത്? പൈപ്പ് നമ്മൾ ഇവിടുന്ന് കണക്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് പൈപ്പ് മേളിൽ കൂടെ കണക്ഷൻ കൊടുക്കുന്നത് ഇരുമ്പ് പൈപ്പായിരുന്നു. ഇതിപ്പോൾ ഒരു എടുക്കാൻ നേരത്ത് JCB കൊണ്ടൊന്ന് പൊട്ടിച്ച് അവസാനം വിഷയമൊക്കെ ആയപ്പോഴത്തേക്കും ആ പൈപ്പ് കട്ട് ചെയ്ത് മാറ്റി PVC പൈപ്പായിട്ടേക്കുന്നത്. ഇപ്പം ആ PVC പൈപ്പ് മേളിൽ കിടന്ന പൈപ്പ് അടിയിലാക്കി. ഇപ്പോൾ മണ്ണടിയിലെ പൈപ്പ്. ആ പൈപ്പ് കാണാൻ പോലും ഇല്ല. നേരത്തെ ഇറങ്ങി മേളിൽ കൂടെ ഇരുമ്പ് പൈപ്പ് മേളിൽ കിടന്ന പൈപ്പാണ്. ഇപ്പോൾ അത് വെട്ടി പിടിച്ചപ്പോഴത്തേക്കും അത് അടിയിലായി. അത് ഇവർ മണ്ണെടുത്തവരാ വന്ന് ചെയ്ത്. ഇപ്പോൾ അന്ന് ഈ വാട്ടർ ആൾക്കാരുണ്ടായിരുന്നു. അവർ പറഞ്ഞ് ഈ PVC പൈപ്പ് ഒരാഴ്ച ഇത് മാറ്റിത്തരാം എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത്. പുള്ളി പറഞ്ഞ് ഞാൻ വന്നിട്ട് പുള്ളി ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ വന്നിട്ട് പൈപ്പ് ശരിയാക്കി തരാം, എത്ര നമ്മൾ കാശ് മുടക്കിയാലും ശരിയാകുമെന്ന് പറഞ്ഞാണ്. പിന്നെ അയാൾ അനക്കം പോലും ഇല്ല, കണ്ടിട്ടുമില്ല.